ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് ഫിസിക്സ് ഓണം എക്സാമിന് മുന്നോടിയായിട്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അഥവാ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതിന്റെ ആൻസറുകളുടെ ഡിസ്കഷൻ ആണ്. അതിന്റെ പാർട്ട് 3 വീഡിയോ ആണ്. മുമ്പത്തെ 2 പാർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിലൊക്കെ ഉണ്ടായിരിക്കും, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് ശേഷം ഉള്ള പാർട്ട് 3 ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ലെൻസസ് എന്ന പാഠത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ 2 പാർട്ടിലും ലെൻസിൽ നിന്നുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, അതായത് ബോർഡ് ഉപയോഗിക്കാതെ പറയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനത്തെ ചോദ്യങ്ങളാണ്? ലെൻസസ് എന്നുള്ള പാഠത്തിലെ ബോർഡ് ഉപയോഗിക്കേണ്ടി വരുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 5Bയിൽ നിന്നാണ്. ഒരു 4-5 ചോദ്യങ്ങളുണ്ട്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ 5ാമത്തെ ക്വസ്റ്റ്യനിലെ ബിയിൽ നിന്ന്, ബി എന്ന് പറയുമ്പോൾ എ ക്വസ്റ്റ്യൻ ഉണ്ട് ഓർ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. എ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ബി ആണ്. ഓക്കെ, ഇത് ലെൻസിൽ നിന്നാണ് വന്നിട്ട് ഉള്ളത്. ഓക്കെ ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് കിടക്കാം. ഓക്കെ, 5B ക്വസ്റ്റ്യൻ ഇതാണ്. ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. എന്നിട്ട് 2 ചോദ്യങ്ങൾ, അതായത് ഓക്കെ, എന്നിട്ട് ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് ലെൻസ് ഇൻ ദിസ് പിക്ചർ? ഈ പിക്ചറിൽ കാണുന്ന കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം, ഫോക്കൽ ലെങ്ത് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യാം? നമുക്കറിയാലോ, ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാൻ അഥവാ ഫോക്കൽ ലെങ്ത് കാണാൻ നമുക്കൊരു ഇക്വേഷൻ അറിയാലോ. എന്തായിരുന്നു? ഫോക്കൽ ലെങ്ത് ബ്രാക്കറ്റില്, ഫോക്കസ് ദൂരം മലയാളത്തില്. ഓക്കെ, ഏതാ ലെറ്റർ? സ്മോൾ ലെറ്റർ എഫ്. സ്മോൾ ലെറ്റർ എഫ്. ഏതായിരുന്നു? ലെൻസ് ഇക്വേഷൻ ഉണ്ടായിരുന്നു പാഠത്തില്, 2ാമത്തെ പാഠത്തില്. ഓർമ്മ ഉണ്ടോ? ലെൻസ് ഇക്വേഷൻ എന്താ? യു വി ബൈ യു മൈനസ് വി. യു വി ബൈ യു മൈനസ് വി. എന്താണ് യു വി? യു എന്ന് പറഞ്ഞാൽ എന്താ? ഓർമ്മ ഉണ്ടോ? ലെൻസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ലെൻസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള അകലം. ഓക്കെ, ലെൻസിന്റെ സെന്ററിൽ നിന്ന്. ഓക്കെ അല്ലേ? എന്താ വി? ലെൻസിന്റെ സെന്ററിൽ നിന്ന് ഇമേജിലേക്കുള്ള അകലം, ലെൻസിന്റെ സെന്ററിൽ നിന്ന് ഇമേജിലേക്കുള്ള അകലം. അപ്പൊ ഇത് 2 നമുക്ക് തന്നിട്ടുണ്ടോ നോക്കാം. തന്നിട്ടുണ്ടോ? യു തന്നിട്ടുണ്ട്. എത്രയാണ്? ലെൻസിന്റെ സെന്ററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക് എത്രയാണ്? 20 സെന്റിമീറ്റർ. ഓക്കെ, വിയും തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 80 സെന്റിമീറ്റർ. പക്ഷേ ഇത് നേരിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇത് നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ? നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് യൂസ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. കാർട്ടീഷ്യൻ ചിഹ്ന രീതി ഉപയോഗിക്കുക. എന്താണ് അതിന്റെ അർത്ഥം? ഇനി അത് പറഞ്ഞാലും ക്വസ്റ്റ്യനിൽ കൃത്യമായി തന്നാലും ഇല്ലെങ്കിലും ലെൻസ് ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ലെൻസ് സമവാക്യം ഉപയോഗിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആവർത്തനം, എന്താ മാഗ്നിഫിക്കേഷൻ ചെയ്യുമ്പോൾ, ഇതുമല്ലെങ്കിൽ ലെൻസിന്റെ പവർ ഓഫ് ലെൻസ്, ഈ 3 സിറ്റുവേഷനിലും നമുക്ക് യുവും വിയും തന്നാൽ, ചോദ്യത്തിൽ തന്നിട്ടൊക്കെ ഉണ്ടാവും, എല്ലാം പോസിറ്റീവായിട്ടാവും തരിക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആവശ്യമുള്ളതിന്റെ നെഗറ്റീവ് എടുക്കണം. ഇപ്പൊ ഇതില് യു എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഏത് ലെൻസ് ആണെങ്കിലും, ഏത് ലെൻസോ ആയിക്കോട്ടെ, യു എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താണെന്നുള്ളത് കാർട്ടീഷ്യൻ ചിഹ്ന രീതി അറിയാവുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെയാണ് ഒബ്ജക്റ്റ് അല്ലെ, വസ്തു ഇവിടെയാണ്, ഇവിടെയാണ് ലെൻസ്. അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റിൽ നിന്ന് വസ്തുവിലേക്ക് ഒരു റേ പോകുന്നുണ്ട്. എന്താ അതിന്റെ പേര്? പതനരശ്മി, ഇൻസിഡന്റ് റേ എന്ന് പറയും. ഇൻസിഡന്റ് റേ, പതനരശ്മി. അതിവിടെ തന്നിട്ടില്ല, പക്ഷെ നമുക്ക് മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കുക? പതനരശ്മി അഥവാ ഇൻസിഡന്റ് റേ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൽ നിന്ന് ലെൻസിലേക്കാണ്. അങ്ങനെ മനസ്സിലാക്കാം. അപ്പൊ അതിന്റെ ഡയറക്ഷൻ എന്താ? ഒന്ന് ആലോചിച്ചേ. ഒബ്ജക്റ്റ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ആണല്ലോ. ഇമേജ് നമ്മുടെ ലെൻസ് നമ്മുടെ റൈറ്റ് സൈഡിലാണ്. ഒബ്ജക്റ്റ് ലെഫ്റ്റിലും ലെൻസ് റൈറ്റിലും. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. അത് മനസ്സിലാക്കി വെച്ച ശേഷം നമ്മൾ നോക്കേണ്ടത് ഈ 20 സെന്റിമീറ്റർ നമ്മൾ എവിടെന്നാ മെഷർ ചെയ്ത് തുടങ്ങേണ്ടത്? നമുക്കറിയാം, ഒബ്ജക്റ്റിൽ നിന്ന് ലെൻസിലേക്ക് മെഷർ ചെയ്താലും ലെൻസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക് മെഷർ ചെയ്താലും ഒരേ വാല്യൂ ആണ് കിട്ടുക, 20. മാറ്റമൊന്നുമില്ല, ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷേ കാർട്ടീഷ്യൻ കൺവെൻഷനിൽ, സൈൻ കൺവെൻഷനിൽ, കാർട്ടീഷ്യൻ ചിഹ്ന രീതിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നമ്മൾ എപ്പോഴും തുടങ്ങേണ്ടത് ലെൻസിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ്. നമ്മൾ എല്ലാ മെഷർമെന്റ്സും ചെയ്യേണ്ടത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? ലെൻസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക്, അല്ലെങ്കിൽ ലെൻസിൽ നിന്ന് ഇമേജിലേക്ക്. അപ്പൊ നമുക്ക് നോക്കാം, എന്താണ് ലെൻസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡയറക്ഷൻ.
ഇവര് രണ്ടുപേരും വെച്ച് നോക്കുമ്പോൾ ഈ ലെൻസ് റൈറ്റ് സൈഡിലാണ് എന്നെ സംബന്ധിച്ച് ആണല്ലോ. ഒബ്ജക്റ്റ് എവിടെയാണ്? ലെഫ്റ്റിലാണ്. അപ്പോൾ ലെൻസിൽ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? റൈറ്റ് ടു ലെഫ്റ്റ്, റൈറ്റ് ടു ലെഫ്റ്റ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ആണല്ലോ. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻസിഡന്റ് റേ അഥവാ പതനരശ്മി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും അല്ലെ ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്കും. നമ്മുടെ ഈ ഒരു ഡിസ്റ്റൻസ് നോക്കുമ്പോൾ അത് വലത്ത് നിന്ന് ഇടത്തോട്ടുമാണ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ആണല്ലോ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്തിട്ട് കൊടുക്കണം? മൈനസ് ഇട്ട് കൊടുക്കണം എന്നാണ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനിൽ പറഞ്ഞിട്ടുള്ളത്, കാർട്ടീഷ്യൻ ചിഹ്ന രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അങ്ങനെ ഒന്നും ആലോചിക്കാൻ വയ്യാത്തവർ മനസ്സിലാക്കുക, യു എന്ന് പറഞ്ഞാൽ കോൺകേവിലാണെങ്കിലും കോൺവെക്സിലാണെങ്കിലും യു നെഗറ്റീവ് ആയിരിക്കും. വിയെ പറ്റി നമുക്ക് അത്ര ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ യുടെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട, അതെന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി വി ഒന്ന് നോക്കിക്കേ, ഇതിന്റെ പണി കേട്ടോ. അപ്പോഴും പതനരശ്മി അഥവാ ഇൻസിഡന്റ് റേയുടെ പണി കഴിഞ്ഞിട്ടില്ല, ഇവിടെ തന്നെ കഴിഞ്ഞു. ഇനി എന്താ വി ഒന്ന് നോക്കിക്കേ, അത് നമ്മൾ നോക്കേണ്ടത് എവിടെന്ന? ലെൻസിൽ നിന്ന് ഇമേജിലേക്ക്, ലെൻസിൽ നിന്ന് പ്രതിബിംബത്തിലേക്ക്. ഇവിടെ രണ്ടുപേരും വെച്ച് നോക്കുമ്പോൾ ലെൻസ് ലെഫ്റ്റിലാണ്, ഇയാൾ റൈറ്റിലുമാണ്. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് തന്നെയാണല്ലോ. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അതെന്തായിരിക്കും? പോസിറ്റീവ്. അപ്പൊ അവിടെ 3 റൂൾസ് ഉണ്ട് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷന്റെ. ആ 3 കൃത്യമായി പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കല്ലേ. യു എന്ന് പറഞ്ഞാൽ -20 ഇൻറ്റു വി 80 ബൈ യു -20 വി -80 മൈനസ് വി എന്ന് പറയുമ്പോൾ -80 ചെയ്താൽ എന്ത് വരും? 20 ഇൻറ്റു 80 16 20 -1600 1600. ഓക്കെ, അടുത്തത് -20 -80. ഞാൻ മാത്സ് എടുത്തോടത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടും മൈനസ് ആണെങ്കിൽ ഉത്തരവും മൈനസ്, രണ്ടും മൈനസ് ആണെങ്കിൽ ഉത്തരം ഉറപ്പായിട്ടും മൈനസ്. ഇനി എന്താ ഉത്തരം? ഇത് രണ്ടും കൂടി അങ്ങോട്ട് കൂട്ടുക, 100. രണ്ടും കൂടി കൂട്ടിയാൽ 100. 0 ഉണ്ടല്ലോ, വെട്ടാം. ഇവിടെയും 0 ഉണ്ടല്ലോ, വെട്ടാം. 2 പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞു. ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ഉണ്ട്, അതും വെട്ടാം. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? 16 ഉണ്ട് മുകളിൽ, താഴത്ത് 1. 16 ഡിവൈഡഡ് ബൈ 1 എന്താ? 16. പ്ലസ് അല്ലേ, നെഗറ്റീവ് ഒക്കെ പോയാൽ അതെന്തായി? പോസിറ്റീവ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് 16 സെന്റിമീറ്റർ ആണ് എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ. അപ്പൊ 11A എന്ന് പറഞ്ഞ എന്താ ക്വസ്റ്റ്യൻ? ഞാനൊന്ന് വായിക്കാം, സ്ക്രീനിൽ കൊടുക്കാം. An object is placed between f and 2f of a convex lens. ഒരു കോൺവെക്സ് ലെൻസിന്റെ എഫിനും 2f-നും ഇടയിൽ ഒരു വസ്തു വെച്ചിരിക്കുന്നു. എന്നിട്ട് എ ക്വസ്റ്റ്യൻ എന്ത് പറഞ്ഞു? ഡ്രോ എ റേ ഡയഗ്രാം ഓഫ് ദി ഇമേജ് ഫോർമേഷൻ. അപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഇതിൽ എ എന്താണ്? റേ ഡയഗ്രാം വരയ്ക്കണം, ഇമേജ് ഫോർമേഷന്റെ റേ ഡയഗ്രാം വരയ്ക്കണം. ലെൻസ് കോൺവെക്സ് ആണ്. അപ്പൊ എങ്ങനെ വരയ്ക്കുക? ഞാൻ സ്കെയിലും പെൻസിലൊന്നും ഉപയോഗിക്കുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ച് സ്കെയിലൊക്കെ ഉപയോഗിച്ച് പെൻസിലോട്ട് തന്നെ വരയ്ക്കണം, എന്നാലേ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, നമ്മൾ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് ഒരു ഒപ്റ്റിക് ആക്സിസ് വരയ്ക്കുന്നു. കോൺവെക്സ് ആണല്ലോ, അപ്പൊ അതിന്റെ സെന്ററിൽ എന്ത് ചെയ്യുന്നു? ഒരു കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് ഒക്കെ വരയ്ക്കുമ്പോൾ അത്യാവശ്യം വലുപ്പം ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, നമ്മൾ പേപ്പറിലൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ച് കാണാൻ വേണ്ടേ. അപ്പോൾ ഈ ഒരു ഹൈറ്റ് ഒരു 1.5 അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ, താഴത്തേക്കും ഒരു 2 സെന്റിമീറ്റർ ഒക്കെ കിട്ടിയാൽ ഏറ്റവും നല്ലത്. അതിലേക്ക് വലുതാക്കിയാലും പ്രശ്നമൊന്നുമില്ല, ഇതെങ്കിലും വേണം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? സെന്റർ, ഏകദേശം സെന്റർ നോക്കി മാർക്ക് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം ഇനി അങ്ങോട്ട് ചെയ്യുന്നത്, ഈ വര വരയ്ക്കേണ്ടത് സ്കെയിൽ ഉപയോഗിച്ച് തന്നെയാണ്. പക്ഷെ ഈ ലെൻസ് വരച്ചതും സെന്റർ എടുത്തതൊക്കെ ഒരു ഏകദേശം. ഓക്കെ, പക്ഷെ ഇനി നമുക്ക് ഇവിടെ എഫ് മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ 2f-ഉം മാർക്ക് ചെയ്യണം. ഓക്കെ, തിരിച്ചും കിട്ടും. എഫ് മാർക്ക് ചെയ്യണം, 2f-ഉം മാർക്ക് ചെയ്യണം. ഓക്കെ, അത് ശ്രദ്ധിക്കണം. അത് നമുക്ക് എപ്പോഴും ഒരു 2 സെന്റിമീറ്റർ ഗ്യാപ്പ് എടുത്തിട്ട് ചെയ്യുകയാണ് നല്ലത്. പ്രത്യേകിച്ച് എപ്പോ നമുക്കിവിടെ ഫോക്കൽ ലെങ്ത് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? എന്താ ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരം? ഓയിൽ നിന്ന് എഫിലേക്കുള്ള ദൂരം ആണല്ലോ, അതാണല്ലോ ഫോക്കസ് ദൂരം. പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്ക്, എവിടെ നിന്നാണ്? ഒപ്റ്റിക് സെന്ററിൽ നിന്ന് പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് ഫോക്കൽ ദൂരം എന്ന് പറയുന്നത്. അത് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എടുക്കണം ഈ ഒരു ഗ്യാപ്പ് എപ്പോഴും 2 സെന്റിമീറ്റർ, ഇതും 2 സെന്റിമീറ്റർ, ഇവിടെയും 2 സെന്റിമീറ്റർ, ഇങ്ങോട്ടും 2 സെന്റിമീറ്റർ. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്?
ആൻ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2f. എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? എഫിനും 2fനും ഇടയിൽ. എഫിനും 2fനും ഇടയിൽ ഞാനൊരു ഒബ്ജക്റ്റ് വരയ്ക്കുന്നു. ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റിന്റെ നീളമൊന്നും തരാത്തത് കൊണ്ട് ഞാൻ അതിനെ ഒരു 1 സെന്റിമീറ്റർ ഒബ്ജക്റ്റ് ആണ് വരയ്ക്കുന്നത്. ഓക്കെ, 1 cm. ക്ലിയർ ആണല്ലോ? എന്നിട്ട് നമ്മളോട് പറഞ്ഞു ഒരു റേ ഡയഗ്രാം, ഇമേജ് ഫോർമേഷന്റെ റേ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞു. ഇതാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പൊ എങ്ങനെ വരയ്ക്കുക? റേ ഡയഗ്രാം വരയ്ക്കേണ്ടത് ഒരുവിധം എല്ലാ ചോദ്യവും ഒരുപോലെയാണ്. എങ്ങനെയാണ്? ഫസ്റ്റത്തെ റേ വരയ്ക്കേണ്ടത് നമ്മൾ നേരെ ഇങ്ങനെ വരയ്ക്കണം. എങ്ങനെ? ഈ ലൈനിന് പാരലലായിട്ട്, ഈ ലൈനിന് പാരലലായിട്ട്. ആ പാരലലായിട്ട് കിട്ടുന്നത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഐഡിയ പറയാം. ഓക്കെ, പാരലൽ ആവുക എന്ന് വെച്ചാൽ എന്താ? സമാന്തരമാവുക. സമാന്തരം എന്ന് പറഞ്ഞാൽ വളയാൻ പാടില്ല അല്ലെ? അപ്പൊ ഇതിന്റെ ഈ അകലം ഒരേപോലെ ഇരിക്കണം. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഈ ഒബ്ജക്റ്റ് ഇപ്പോൾ 1 സെന്റിമീറ്റർ ആണല്ലോ. അപ്പൊ ഈ ഓയിൽ വെച്ചിട്ട്, ഓയിൽ സ്കെയിൽ വെച്ചിട്ട് 1 സെന്റിമീറ്റർ മുകളിൽ മാർക്ക് ചെയ്യുക. ഓയിൽ സ്കെയിൽ വെച്ചിട്ട് 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ എൻഡിൽ നിന്ന് ഈ എൻഡിലേക്ക് കൂട്ടി വെച്ചിരിക്കുക. സ്കെയിൽ വെച്ചിട്ട് വേണ്ട വരയ്ക്കാൻ. ഇങ്ങനെ ചെയ്താൽ അതിന്റെ അർത്ഥം എന്താണ്? അത് വളഞ്ഞിട്ടില്ല, പാരലൽ ആണ്, അഥവാ സമാന്തരം ആണ്. ഓക്കെ, എന്നിട്ടോ സമാന്തരമായിട്ട് കോൺവെക്സിൽ തട്ടിയാൽ എന്ത് സംഭവിക്കും? പാരലലായിട്ട് കോൺവെക്സിൽ വന്നാൽ അത് ഏത് കൂടെ പോവും? നേരെ എഫ് കൂടെ പോവും അല്ലേ? ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഫസ്റ്റ് വരയ്ക്കേണ്ട ലൈൻ. അടുത്ത ലൈൻ എങ്ങനെ വരയ്ക്കേണ്ടത്? ഇവിടെ തന്നെയാണ് തുടങ്ങുക, പക്ഷെ അത് നേരെ വരയ്ക്കേണ്ടത് ഓയിലേക്കാണ്, സെന്ററിലേക്ക്. ഓക്കെ, അതിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചാൽ സെന്ററിലേക്ക് വന്നു. സെന്ററിൽ വന്നാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. ആ വന്ന വഴിക്ക് അത് അങ്ങനെ പോവുകയും ചെയ്യും. അങ്ങോട്ട് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിയാൽ ഞാൻ പറയുന്നു ഇത് തെറ്റാണ്. അതെന്തുകൊണ്ട് എനിക്ക് തെറ്റിയേ? എനിക്ക് തെറ്റാനുള്ള കാരണം ഞാൻ അളവെടുത്തിട്ടോ അല്ലെ സ്കെയിൽ ഉപയോഗിച്ചിട്ടോ നല്ല വരയ്ക്കുന്നത്. നിങ്ങൾ ഇത് ഇങ്ങനെ വരച്ചാൽ വസ്തു എഫിനും 2fനും ഇടയിൽ ആയതുകൊണ്ട് തന്നെ, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2f ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് 2fന്റെ അപ്പുറത്തായിരിക്കും. എവിടെയാണ്? 2fന്റെ ഇപ്പുറത്തെ സൈഡിലായിരിക്കും കിട്ടുക. നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് വരച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? ഞാൻ സ്കെയിലും പെൻസിലൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഈ അബദ്ധം പറ്റുന്നത്. അത് എനിക്കറിയാമായിരുന്നു, ഉറപ്പാണ്. കാരണം എന്താ? നമ്മൾ അളവെടുക്കാതെ വരയ്ക്കുന്നതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നേരിടും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എവിടെ കിട്ടണം? ശരിക്കാണെങ്കിൽ ഇങ്ങനെ കിട്ടും. ഇതിനെയാണ് നമ്മുടെ ഇമേജ് അഥവാ പ്രതിബിംബം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇത്ര ചെയ്താൽ മതി. നിങ്ങൾ ഞാൻ വരച്ചതുപോലെ കിട്ടണമെന്നല്ല ആഗ്രഹിക്കേണ്ടത്, ഞാൻ പറഞ്ഞതുപോലെ വരയ്ക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? ഞാൻ വരച്ചപ്പോൾ നേരത്തെ 2f ഇപ്പുറത്തായിരുന്നു, ഞാൻ ഇപ്പൊ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയതാ അല്ലേ? ഇങ്ങനെയാണ് കിട്ടുക നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇതുപോലെ കിട്ടും. അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ചെയ്യേണ്ടി വരില്ല. എങ്ങനെ ചെയ്താൽ? ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ കിട്ടും. ഓക്കെ, ഞാൻ ഇവിടെ കുറച്ച് അളവുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ ചെയ്താൽ ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ 11A. അങ്ങനെയാണെങ്കിൽ നമുക്ക് 11B നോക്കിയാലോ? അതും ലെൻസിൽ നിന്ന് തന്നെയാണ്, റേ ഡയഗ്രാമുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 11Bയിൽ എന്താ പറഞ്ഞത്? An object 12 cm high is placed 28 cm away from concave lens of focal length 20 cm. ഓക്കെ, എന്താ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ആണ്. അതിൽ നിന്ന് ലെൻസിൽ നിന്ന് 28 സെന്റിമീറ്റർ അകലെ 12 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? ഒരു കോൺകേവ് ലെൻസ്, അതിന്റെ ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ആണ്. ഈ ലെൻസിൽ നിന്ന് 28 സെന്റിമീറ്റർ അകലെ 12 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, മലയാളം ക്വസ്റ്റ്യൻ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് കൊടുക്കാം. ഓക്കെ, എന്താണ്? ഡ്രോ എ ഡയഗ്രാം യൂസിങ് സ്യൂട്ടബിൾ സ്കെയിൽ. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വരയ്ക്കണ സ്കെയിൽ എന്നാണോ? സ്കെയിൽ ഉപയോഗിക്കണം എന്തായാലും. ഇതല്ല, തോത് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഇപ്പൊ ഈ 12 സെന്റിമീറ്റർ 28 സെന്റിമീറ്റർ ഒന്നും നമുക്ക് വരയ്ക്കൽ പോസിബിൾ അല്ല. അപ്പൊ അതിനനുസരിച്ച് നമുക്കൊന്ന് ചുരുക്കി നോക്കാം. ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞത്? മെഷർ ആൻഡ് റൈറ്റ് ദ ലെങ്ത് ഓഫ് ദി ഇമേജ്.
ഓക്കെ, എന്താ പറഞ്ഞത്? ഇമേജിന്റെ പ്രതിബിംബത്തിന്റെ ലെങ്ത് അളന്ന് എഴുതുക. പ്രതിബിംബത്തിന്റെ ലെങ്ത് അളന്ന് എഴുതുക. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ആദ്യം നമുക്ക് സ്കെയിൽ നോക്കാം. സ്കെയിൽ എന്ന് വെച്ചാൽ തോത്. സ്കെയിൽ എന്ന് പറഞ്ഞാൽ തോത്. തോത് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഗ്രാഫിലൊക്കെ ചെയ്തിട്ടുണ്ട് ഈ പരിപാടി. തോത് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതിനെയൊക്കെ ഒന്ന് ചുരുക്കിയിടണം. അപ്പൊ നമുക്ക് തന്നത് എന്തൊക്കെയാ എന്നൊന്ന് നോക്കാം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഹൈറ്റ് ഓഫ് ഒബ്ജക്ട്, വസ്തുവിന്റെ ഉയരം. അതിന് ഏതക്ഷരാണ്? HO. HO എത്രയാണ്? 12. ഇങ്ങനെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. റേ ഡയഗ്രാം പഠിക്കുന്ന സമയത്ത്, രേഖാചിത്രം പഠിക്കുന്ന സമയത്ത്, പ്രതിബിംബ രൂപീകരണത്തിന്റെ രേഖാചിത്രം പഠിക്കുന്ന സമയത്ത് HO എന്നൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിലും ഇപ്പൊ നമ്മൾ പാടൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കറിയാലോ. അതുകൊണ്ട് HO എന്ന് എഴുതിയാൽ പ്രശ്നമൊന്നുമില്ല. അടുത്തെന്താ? ഡിസ്റ്റൻസ്. കോൺകേവ് ലെൻസിൽ നിന്ന് 28 സെന്റിമീറ്റർ അകലെ ഒബ്ജക്റ്റ് ഇരിക്കുന്നു. അപ്പൊ ലെൻസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള അകലാണ് 28 ആണല്ലോ. അപ്പൊ അതിന് ഏതക്ഷരം വെച്ച് യൂസ് ചെയ്യും? U. ഏതക്ഷരം വെച്ച് യൂസ് ചെയ്യും? U. എത്രയാണ്? 28 സെന്റിമീറ്റർ. ഇനി ഒരാൾ കൂടി ഉണ്ടല്ലോ, എന്താ? ഫോക്കൽ ലെങ്ത്, സ്മോൾ ലെറ്റർ F. ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ. നമ്മൾ തോത് സ്കെയിൽ എടുക്കുമ്പോൾ ഇതിനെ എല്ലാം കണക്ട് ചെയ്യാൻ പറ്റണം. ഇതെല്ലാം ഇതിൽ പറ്റണം. 28-നും പറ്റണം, 12-നും പറ്റണം, 20-നും പറ്റണം. ഒന്ന് ചുരുക്കി എടുക്കാറുണ്ടോ? അപ്പൊ നമ്മൾ എടുക്കേണ്ടത് എന്താ? നമ്മൾ വരയ്ക്കുന്ന 1 സെന്റിമീറ്റർ നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ച്, ഏത് സ്കെയില് ഇപ്പൊ പറയുന്നത്, നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ 1 സെന്റിമീറ്റർ വരച്ചാൽ, നമ്മൾ 1 സെന്റിമീറ്റർ നീളം വരച്ചാൽ അത് എന്തിനു തുല്യമാണ്? ഇവിടത്തേന് ഏതിനോ തുല്യമാണ്. നമ്മൾ എടുക്കുന്ന, നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. പക്ഷേ ആ എടുക്കുമ്പോൾ എന്ത് വേണം? 12-ഉം 28-ഉം 20-ഉം ഉൾപ്പെടണം. അതിന് നമുക്ക് ഏതാ നല്ലത്? ഏത് നമ്പർ എടുക്കാൻ നല്ലത്? 4 അല്ലേ? 4 ഏറ്റവും നല്ലത്. കാരണം 4 × 3 12, 7 × 4 28, 5 × 4 20. എല്ലാത്തിനെയും നമുക്ക് 4ന്റെ ഗുണിതം മൾട്ടിപ്പിൾസ് ആക്കിയിട്ട് എടുക്കാം അല്ലേ? അപ്പൊ നമ്മൾ വരയ്ക്കുന്ന 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനില് 4 സെന്റിമീറ്റർ ആണ്. നമ്മൾ വരയ്ക്കുന്ന 1 സെന്റിമീറ്റർ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് വരച്ചാൽ അത് ക്വസ്റ്റ്യൻ പ്രകാരം അത് എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ് എന്ന് മനസ്സിലാക്കാം. ഇത് ക്ലിയർ ആണല്ലോ? ഇത് വ്യക്തമായി എന്ന് കരുതുന്നു. ഇനി എന്താ ചെയ്യണ്ടേ? ഇപ്പൊ നമുക്ക് മനസ്സിലായി, നമ്മൾ 1 സെന്റിമീറ്റർ വരച്ചാൽ എത്ര സെന്റിമീറ്റർ ആയി? 4 സെന്റിമീറ്റർ ആയി ഈ കണക്കിൽ ആണല്ലോ. ഓക്കെ, അങ്ങനെ പറയുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞേ, നമ്മൾ ഹൈറ്റ് ആയിട്ട് എത്ര വരയ്ക്കേണ്ടി വരും? ഒബ്ജക്റ്റിന്റെ, വസ്തുവിന്റെ ഉയരം എത്ര വരയ്ക്കേണ്ടി വരും? നമ്മൾ 1 സെന്റിമീറ്റർ വരച്ചാൽ 4 സെന്റിമീറ്റർ കിട്ടും. 2 സെന്റിമീറ്റർ വരച്ചാൽ 8 സെന്റിമീറ്റർ കിട്ടും. അപ്പൊ 3 സെന്റിമീറ്റർ വരച്ചാൽ എന്താവും? 12 കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞേ 7 സെന്റിമീറ്റർ വരച്ചാൽ എന്ത് കിട്ടും? നമ്മുടെ കണക്ക് പ്രകാരം 28 നമ്മുടെ 7 വരച്ചാൽ മതി. ഇവിടെ എന്ത് മതി? 5 മതി. ഇതേ നമുക്ക് വരയ്ക്കാൻ കഴിയുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് ഇത് മനസ്സിലായി ആണല്ലോ. അപ്പോ ഇനി വരയ്ക്കേണ്ടത് എങ്ങനെയാണ്? ഇനി വരയ്ക്കേണ്ടത് അത്യാവശ്യം നീളപ്പോഴും വേണം. കാരണം എന്താ? ഇവിടെ ഒരു 7 സെന്റിമീറ്റർ ഉണ്ട്. ഇത് എവിടെ നിന്ന് എങ്ങോട്ടുള്ള ലെൻസാ? അല്ല, സോറി എവിടെ നിന്ന് എങ്ങോട്ടുള്ള അകലമാണ്? ഡിസ്റ്റൻസ് ആണ്. U എന്ന് പറഞ്ഞാൽ ലെൻസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള അകലം, ലെൻസിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലാണ് അല്ലേ? അത് 7 ഉണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ഇതാണ് എൻ്റെ കോൺകേവ് ലെൻസ് അല്ലെ? കോൺകേവ് ലെൻസ് ആണ്. ഇതാണ് അതിന്റെ സെന്റർ. ഈ സെന്ററിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലം തന്നെ 7 ഉണ്ട്. നമ്മൾ 7 വരയ്ക്കണം. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ചുരുങ്ങിയത് എത്ര വേണം? ഈ നീളം എത്ര ചുരുങ്ങിയത് വേണം? 8 സെന്റിമീറ്റർ എങ്കിലും വേണം. എന്നാലല്ലേ ഇവിടെ നിന്ന് 7 സെന്റിമീറ്റർ അളന്നാൽ ഇവിടെ കിട്ടും അല്ലെ? ഇതാണ് 7 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ 8എങ്കിലും അളന്നാലേ 7 സെന്റിമീറ്റർ കിട്ടുള്ളൂ. ഇവിടെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. EO രണ്ടും ഓയാണ്, പക്ഷെ വ്യത്യാസമുണ്ട്. ഓക്കെ, ഒബ്ജക്റ്റ് എത്ര നീളം വേണം? 3 സെന്റിമീറ്റർ. അപ്പൊ ഞാൻ അത് 3 സെന്റിമീറ്റർ ഉണ്ടെന്ന് കരുതുക. ഓക്കെ, 3 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ഒബ്ജക്റ്റ് 3 സെന്റിമീറ്റർ ഉണ്ട് എങ്കിൽ ലെൻസിന്റെ ഈ ഉയരം എന്ന് പറയുന്നത് എത്രയെങ്കിലും വേണം? ഒരു 4 സെന്റിമീറ്റർ എങ്കിലും വേണം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഒബ്ജക്റ്റിനേക്കാൾ വലുതായിരിക്കണം ലെൻസ്. എല്ലായ്പ്പോഴും ഒബ്ജക്റ്റിനേക്കാൾ വലുതായിരിക്കണം ലെൻസ് ആണല്ലോ. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ ഈ സൈഡല്ലേ വരച്ചിട്ടുള്ളൂ.
ആ സൈഡും വരയ്ക്കണമല്ലോ, വരയ്ക്കാം. ഇതേപോലെ അങ്ങോട്ട് നീട്ടി വരയ്ക്കാം അല്ലേ. ഇനി ഒന്ന് പറഞ്ഞേ, നമ്മൾ എന്തൊക്കെയോ മാർക്ക് ചെയ്യാനുണ്ടല്ലോ ലെൻസ് വരച്ചാൽ. എന്തൊക്കെയാണ്? ഫോക്കസ് ദൂരം വേണം. എന്ത് വേണം? ഫോക്കസ് ദൂരം വേണം. തന്നിട്ടുണ്ടല്ലോ 20 നമ്മൾ വരയ്ക്കേണ്ടത് 5 അല്ലെ. ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഈ സെന്ററിൽ നിന്ന് 5 സെന്റിമീറ്റർ വിട്ടിട്ട് എന്ത് ചെയ്യണം? ഞാൻ അത് മായ്ക്കാണ്, ഒക്കെ കൂടി കൺഫ്യൂഷൻ ആവേണ്ട വെച്ചിട്ട് ഞാൻ മായ്ക്കാണ്. ഓക്കെ, 5 സെന്റിമീറ്റർ വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫോക്കസ് ദൂരം 5 സെന്റിമീറ്റർ ആവുകൊണ്ട് തന്നെ സെന്ററിൽ നിന്ന് 5 സെന്റിമീറ്റർ വിട്ടിട്ട് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ത് വേണം? മുഖ്യ ഫോക്കസ് അടയാളപ്പെടുത്തണം. ഇത് വേണമെങ്കിൽ അപ്പുറത്തെ സൈഡിലേക്കും 5 സെന്റിമീറ്റർ വിട്ടിട്ട് എന്ത് ചെയ്യാം? മുഖ്യ ഫോക്കസ് അടയാളപ്പെടുത്താം. അപ്പൊ ഈ അകലം എത്രയാണ്? ഇതും എത്രയാണ്? 5 സെന്റിമീറ്റർ. ക്ലിയർ ആയല്ലോ? ഞാൻ അത് മായ്ക്കാണ്. ഇതൊക്കെ വരച്ചല്ലോ നമ്മള്. ഇനി ഒന്ന് പറഞ്ഞേ, ഇത് ഏതാ ലെൻസ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു, ചോദ്യത്തിലുണ്ട്, നമ്മൾ കണ്ടുപിടിക്കൊന്നും വേണ്ട. ഏതാ ലെൻസ്? കോൺകേവ് ആണല്ലോ. കോൺകേവ് അല്ലേ? കോൺകേവിൽ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക? എവിടെയാണ് പ്രതിബിംബം രൂപീകരിക്കുക? കോൺകേവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഒബ്ജക്റ്റ് എവിടെ വെച്ചോ, വസ്തു എവിടെ വെച്ചോ, ലെൻസിന്റെ ഏത് സൈഡിലാണ് വസ്തു വെച്ചത് എന്ന് വെച്ചാൽ അതേ സൈഡിലായിരിക്കും ഇമേജ് ഉണ്ടാവുക, പ്രതിബിംബം ഉണ്ടാവുക. ഒബ്ജക്റ്റ് അഥവാ വസ്തുവിന്റെ സൈഡിൽ തന്നെയാണ് പ്രതിബിംബം. ക്ലിയർ ആണല്ലോ? വസ്തു എവിടെയാണോ ആ സൈഡിൽ തന്നെ, ലെൻസിനെ സംബന്ധിച്ച് അതേ സൈഡിൽ തന്നെയായിരിക്കും പ്രതിബിംബം. എന്തായാലും നമുക്കൊന്ന് വരച്ചു നോക്കാം അല്ലെ. ഇത് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞത്. നമുക്കൊന്ന് വരച്ചു നോക്കാം. എങ്ങനെ വരയ്ക്കണ്ടേ? എന്താ വരയ്ക്കുക? എങ്ങനെ വരയ്ക്കുക? നമ്മൾ എങ്ങനെ വരയ്ക്കല്? നേരത്തെ വരച്ചു. ആദ്യത്തെ വര എങ്ങനെ വരയ്ക്കുക? ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ പാരലായിട്ട്, സമാന്തരമായിട്ട്. അപ്പൊ വളയാൻ സാധ്യത ഉണ്ട് അല്ലെ. വളയാതിരിക്കാൻ എന്താ പറഞ്ഞേ? ഒബ്ജക്റ്റിന്റെ നീളം എത്രയാണോ അത് ഇവിടെയും ഒന്ന് അടയാളപ്പെടുത്തുക. ഇവിടെ 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ട് ഈ തലപ്പിൽ നിന്ന്, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഇങ്ങനെ സ്കെയിൽ വെച്ച് കണക്ട് ചെയ്ത് വരച്ചാൽ മതി. ക്ലിയർ ആണോ? അങ്ങനെ പോകുന്നു. ഇനി കോൺകേവ് ആണല്ലോ. കോൺവെക്സ് ആവുമ്പോൾ നേരെ ഫോക്കസിലേക്ക് പോകും അല്ലെ. കോൺകേവ് ആവുമ്പോൾ അതെന്ത് ചെയ്യും? ഇതാ ഇങ്ങനെ പോകും. അതല്ലേ ചെയ്യാ? കോൺവെക്സ് ആവുമ്പോൾ നേരെ അടിയിലേക്ക് പോരും. കോൺകേവ് ആവുമ്പോൾ അത് നേരെ മേപ്പട്ടൊക്കെ ഇങ്ങനെ പോവല്ലോ. ഓക്കെ, ഇനി നമ്മൾ എന്തോ ചെയ്തിട്ടുണ്ടല്ലോ. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു റിസ്ക് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് ഇങ്ങനെ പോയാൽ നമുക്കിത് എവിടെയെങ്കിലും വെച്ച് കൂട്ടിമുട്ടുമോ? ഒന്ന് നോക്കിക്കേ. നമ്മൾ രണ്ടാമത്തെ വര വരയ്ക്കേണ്ടത് എങ്ങനെയാണ്? ഇവിടെ നിന്ന് സെന്ററിലേക്ക്. കഴിഞ്ഞതിലൊക്കെ തന്നെ ചെയ്ത് അല്ലെ. ഇവിടെ നിന്ന് അങ്ങനെ സെന്ററിലേക്ക് വരച്ച് എന്തെങ്കിലും സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. അതങ്ങനെ പോവും. എന്തെങ്കിലും സംഭവിക്കോ? ഒന്നും സംഭവിക്കില്ല. അതാ വഴിക്ക് അങ്ങനെ പോയിക്കോളും അല്ലെ. അത്രയേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ കൂട്ടിമുട്ടിയോ? ഇല്ല. കൂട്ടിമുട്ടാതെ ഇമേജ് ഫോർമേഷൻ നടക്കുമോ? അതുമില്ല. കൂട്ടിമുട്ടാതെ ഇമേജ് ഫോർമേഷനും നടക്കില്ലല്ലോ. അപ്പൊ ഇനി എന്താ ചെയ്യുക? അപ്പൊ നമുക്കറിയാം, നമ്മളിത് ഇങ്ങനെ വരച്ച് നിർത്താൻ പറ്റില്ല. എന്ത് ചെയ്യണം? ഇവിടത്തെ ചെരിവ് എന്താണോ അതേ ചെരിവിൽ പിന്നിലേക്ക് വരയ്ക്കണം. പക്ഷെ ആ പിന്നിലേക്ക് വരയ്ക്കുമ്പോൾ അത് എവിടെ തട്ടും വേണം? ഫോക്കസിലേക്ക് തട്ടും വേണം. ഇന്നപ്പൊ ഈ വരച്ചത് വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? അത് പറ്റില്ല. കാരണം എന്താ? ചെരിവ് മാറി. ഈ ചെരിവല്ല ഇതിന്റെ ചെരിവ്. ഓക്കെ, അപ്പൊ നമ്മൾ വരയ്ക്കുന്നിടത്ത് ഒരു ഇത്തിരി ശ്രദ്ധ കൊടുക്കണം. എങ്ങനെയാണ് ആ ശ്രദ്ധ കൊടുക്കേണ്ടത്? ഞാൻ പറയുന്ന പോലെ വരയ്ക്കുക. നമ്മൾ ഇവിടെ എത്തി, നമുക്ക് മനസ്സിലായി ഇത് അങ്ങോട്ട് പോവും. പക്ഷെ അത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ എത്തിയ ശേഷം നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ക്ലിയർ ആണോ? ഇങ്ങനെ. മനസ്സിലായോ? അതെന്തിനാ? ഇങ്ങനെ വരച്ചാലേ ഇപ്പൊ ഒരു ചെരിവില്ലേ ഈ സാധനത്തിന്? ഈ ചെരിവ് ഒപ്പിച്ചിട്ട് അങ്ങനെ പോവാ. ക്ലിയർ? നമ്മളിതിപ്പോ ഏതാ ആദ്യം വരച്ചെന്ന് ആർക്കെങ്കിലും മനസ്സിലാവുമോ? ഇല്ല, ആർക്കും മനസ്സിലാവില്ല. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ ഇതിന്റെ അതേ ചെരിവിലാണ് ആര് പോകുന്നത്? ഇതിങ്ങോട്ട് പോകുന്നത് അല്ലെ. ഈ ചെരിവിൽ തന്നെ ഇങ്ങോട്ട് വന്നു. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടാ വരച്ച്. അങ്ങനെ വരയ്ക്കാൻ പറ്റൂ. അപ്പോഴേ അത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പൊ എവിടെ ഇപ്പൊ കണ്ടോ? ഇപ്പൊ ഇവര് കൂട്ടിമുട്ടി അല്ലെ. ഇതാണല്ലോ നമ്മുടെ ഇമേജ്. ഇതാണ് നമ്മുടെ ഇമേജ് അഥവാ പ്രതിബിംബം. കിട്ടിയില്ലേ? ഡയഗ്രം പൂർത്തിയാക്കി. ഇനി നമ്മളോട് ഇത് അളന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അളന്ന് എഴുതാൻ ഇപ്പൊ എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു ഇതൊരു പക്ഷേ ഒരു 1.5 സെന്റിമീറ്റർ ആവും. ഈ നീളം കിട്ടുക 1.5 സെന്റിമീറ്റർ ആണ്. കാരണം എന്താ? ഇവിടെ 3 സെന്റിമീറ്റർ ആണ് എടുത്ത്. അപ്പൊ അതിന്റെ പകുതി ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊന്ന്
കൃത്യമായി വരയ്ക്കുക, എന്നിട്ട് അളന്ന് നോക്കുക. മിക്കവാറും കിട്ടുക 1.5 സെന്റിമീറ്റർ എന്നായിരിക്കും. 1.5 സെന്റിമീറ്റർ ആണെങ്കിൽ അത് യഥാർത്ഥത്തിൽ എത്രയാണ്? 1.5 പറഞ്ഞ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിയെങ്കിൽ ഇവിടെ 12ന് പകരമാണ് 3 എഴുതിയത് അല്ലെ? 12ന് പകരമാണ് 3 എഴുതിയത് അല്ലെ? ആ 3ന്റെ പകുതിയാണ് കിട്ടിയത്. അപ്പൊ നമ്മൾ ശരിക്കും എടുക്കേണ്ടത് എന്തായിരുന്നു? 3ന്റെ പകുതി 1.5 എന്ന് കിട്ടിയാൽ നമ്മൾ ശരിക്കും എടുക്കേണ്ടത് എന്താണ്? 12ന്റെ പകുതി 6. 12ന്റെ പകുതി 6. അപ്പൊ പ്രതിബിംബത്തിന്റെ ഉയരം അഥവാ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്നത് കിട്ടി. ഞാൻ പറയുന്നത് 1.5 എന്ന് നമുക്ക് അളന്ന് കിട്ടിയാൽ നമ്മൾ അത് എഴുതിയ ഈക്വൽ ടു 6 സെന്റിമീറ്റർ. അതെന്തുകൊണ്ടാ? നമുക്ക് അറിയാം 12ന് പകരം നമ്മൾ 3 എടുത്തു. ആ 3ന്റെ പകുതിയാണ് 1.5 അല്ലെ? 3ന്റെ പകുതിയാണ് 1.5. അപ്പൊ നമുക്ക് കിട്ടേണ്ട ഉത്തരം ശരിക്കും എന്തിന്റെ പകുതിയാണ്? 12ന്റെ പകുതിയാണ്, അഥവാ 6 സെന്റിമീറ്റർ ആണ്. ഇത്രയുള്ള പരിപാടി. അപ്പൊ ഈ വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഇവിടെ നിന്ന് അങ്ങോട്ട് വരയ്ക്കാനുള്ള ഐഡിയ നമുക്ക് പോകണം, എന്നാലേ മുഴുവൻ മാർക്കും കിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇനി 12B ആണ്. 12B എന്താണ് ക്വസ്റ്റ്യൻ? The number indicating the magnification of the image obtained when an object is placed behind the principal focus of a lens is +1/3. എന്താണ്? ഒരു ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ്, മുഖ്യ ഫോക്കസിന്റെ പുറകിലായിട്ട് ഒരു ഒബ്ജക്റ്റ് വെച്ചു. ഓക്കെ, ഒരു ലെൻസിന്റെ മുഖ്യ ഫോക്കസിന്റെ പുറകിലായിട്ട് ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ കിട്ടിയ ആവർത്തനം എന്ന് പറയുന്നത് +1/3 ആണ്. മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനം ഏതാണ് അക്ഷരം? സ്മോൾ ലെറ്റർ M. +1/3 ആണ്. ഓക്കെ, എന്നിട്ട് നമ്മളോട് ചോദിച്ചു രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് ദിസ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ഏതാ ലെൻസ്? നമുക്ക് ഉറപ്പിക്കാം പോസിറ്റീവ് സൈൻ വന്നത് കൊണ്ട് തന്നെ അല്ലെ? എന്താണ്? പോസിറ്റീവ് സൈൻ വന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയാം ഇതെന്താണ്? ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. ഇതെന്താണ്? ഒരു കോൺവെക്സ് ലെൻസ് ആണ്. ഈസി. പോസിറ്റീവ് വന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് പറയാം? ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. കാരണം എന്താ? കാരണം നിങ്ങൾക്ക് എഴുതാലോ. ബിക്കോസ് ദി മാഗ്നിഫിക്കേഷൻ ഈസ് പോസിറ്റീവ്. എന്താണ്? കാരണം ആവർത്തനം പോസിറ്റീവ് ആണ്. ഈസി അല്ലേ? നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ, ഇനി എന്താ? ഡ്രോ എ റേ ഡയഗ്രാം ഓഫ് ഇമേജ് ഫോർമേഷൻ ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് 2F. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ? എന്താണ്? റേ ഡയഗ്രാം വരയ്ക്കണം, പ്രതിബിംബ രൂപീകരണത്തിന്റെ രേഖാചിത്രം വരയ്ക്കണം. എങ്ങനെ? ഒബ്ജക്റ്റ് 2Fലാണെങ്കിൽ. ഒബ്ജക്റ്റ് എവിടെയാണ്? 2Fൽ ആണെങ്കിൽ. അത് നമുക്ക് വരയ്ക്കാൻ അറിയാലോ. നമുക്കൊന്ന് വരച്ചു നോക്കല്ലേ? എങ്ങനെ വരയ്ക്കുക? നമുക്കറിയാലോ. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഏറ്റവും നല്ലൊരു കാര്യം, ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഒപ്റ്റിക് ആക്സിസ് അല്ലെ, പ്രകാശിക അക്ഷം വരയ്ക്കുക. എന്നിട്ട് ഇതിന്റെ ഒരു ഏകദേശ സെന്റർ പിടിച്ചിട്ട് ലെൻസ്, ഏതാ ലെൻസ്? കോൺവെക്സ് ആണല്ലോ അല്ലെ? കോൺവെക്സ് ആണ്. ഇത് മതി. അത്യാവശ്യം വലിപ്പുണ്ടായിക്കോട്ടെ. മുകളിലേക്ക് 2 സെന്റിമീറ്റർ, താഴേക്ക് 2 സെന്റിമീറ്റർ ഒക്കെ ഉണ്ടായാൽ നന്നായി അല്ലെ? എന്നിട്ട് നമ്മൾ ഇതിന്റെ ഓൾമോസ്റ്റ് ഒരു സെന്റർ പിടിച്ചിട്ട് O. എന്നിട്ട് നമ്മൾ ഇത് എന്തൊക്കെ മാർക്ക് ചെയ്യണം? 2 സൈഡിലേക്കും Fഉം 2Fഉം മാർക്ക് ചെയ്യണം. അത് ഒരേ ഗ്യാപ്പിലായിരിക്കണം. ഓക്കെ, എങ്ങനെ? ഈ Oയിൽ നിന്ന് നമ്മൾ ഇവിടെ ആദ്യം F മാർക്ക് ചെയ്യണം, അപ്പുറത്തും എന്ത് ചെയ്യണം? F മാർക്ക് ചെയ്യണം. ഇപ്പൊ ഈ ഗ്യാപ്പ് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും എന്തായിരിക്കണം? 2 സെന്റിമീറ്റർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് 2Fലേക്കുള്ള അകലം, Fൽ നിന്ന് 2Fലേക്കുള്ള അകലവും എന്തെന്നായിരിക്കണം? 2 സെന്റിമീറ്റർ ആയിരിക്കണം. ഇവിടെ നിന്ന് F നിന്ന് 2Fക്കുള്ള അകലവും എന്തെന്നായിരിക്കണം? 2 സെന്റിമീറ്റർ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആണ്. നമ്മൾ എങ്ങനെ വരയ്ക്കുമ്പോൾ ഏത് ചോദ്യം ചോദിച്ചാലും തന്നെയാണ് വരയ്ക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് വരച്ചിട്ടുണ്ട് അല്ലെ? ഇനി എവിടെ നമ്മൾ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്? അറ്റ് 2F. വസ്തു എവിടെ ഇരിക്കുന്നത്? 2Fൽ. അപ്പൊ നമ്മളിവിടെ ഒരു 1 സെന്റിമീറ്റർ നീളമുള്ള ഒരു ഒബ്ജക്റ്റ് OB എന്ന് ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ വസ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ വസ്തു OB. ഓക്കെ, ഇനി വസ്തു വെച്ചാൽ ഒബ്ജക്റ്റ് വന്നാൽ നമ്മൾ ഫസ്റ്റ് ലൈൻ എങ്ങനെ വരയ്ക്കണ്ടേ? നമ്മൾ സമാന്തരമായിട്ട്, പാരലൽ ആയിട്ട്, ഒപ്റ്റിക് ആക്സിസിന് അഥവാ പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് വേണം വരയ്ക്കാൻ. സമാന്തരം എന്ന് പറഞ്ഞാൽ അവർ വളയാൻ പറ്റുമോ? കൂട്ടിമുട്ടാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനെ വരയ്ക്കുന്ന വര വളയാൻ പാടില്ല. അതിനുവേണ്ടി ഞാൻ എന്താ ഐഡിയ പറഞ്ഞത്? ഇവിടെ Oയിൽ നിന്ന് 1 സെന്റിമീറ്റർ മുകളിലേക്ക് മാർക്ക് ചെയ്യുക. അതെന്തുകൊണ്ടാ? ഒബ്ജക്റ്റ് 1 സെന്റിമീറ്റർ നമ്മൾ എടുത്ത്, അപ്പൊ അതേ സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഓക്കെ,
എന്നിട്ട് ഈ രണ്ട് എൻഡുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ, സ്കെയിൽ ഉപയോഗിച്ച് കൂട്ടി യോജിപ്പിച്ചാൽ, ഇതൊക്കെ നിങ്ങൾ സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് വേണം വരയ്ക്കാൻ, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് വൃത്തിയായിട്ട് വരയ്ക്കണം കേട്ടോ. ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, ഫസ്റ്റ് ലൈൻ സമാന്തരം അഥവാ പാരലൽ. പാരലൽ ആയിട്ട് ലെൻസിൽ തട്ടിയാൽ അത് ഏത് കൂടെ പോവും? എഫ് കൂടെ പോവും. മുഖ്യ ഫോക്കസ് അഥവാ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ പോവും. ആയിക്കോട്ടെ. അടുത്ത ലൈൻ നമ്മൾ ഏത് കൂടെ വരയ്ക്കേണ്ടത്? ഇവിടെ തന്നെയാണ് തുടങ്ങേണ്ടത്, പക്ഷെ അത് നമ്മൾ വരയ്ക്കേണ്ടത് ഓയിലേക്കാണ്. എങ്ങോട്ടാണ്? ഓയിലേക്ക്. ഓയിലേക്ക് വരച്ചാൽ ഒരു മാറ്റമല്ല. ഓയിലേക്ക് വരച്ചാൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. ആ വന്ന ചെരുവില്ലേ, ആ ചെരുവ് പിടിച്ചത് ഇങ്ങനെ പോകും. ഓക്കെ, അപ്പൊ നമ്മൾ വരച്ചത് ഇങ്ങനെയല്ല ശരിക്കിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ ചോദ്യത്തിലും പറഞ്ഞു, നമ്മൾ സ്കെയില് പെൻസിലൊന്നും ഉപയോഗിക്കാതെയാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പൊ അതിൻ്റെതായ തെറ്റുകളുണ്ടാവും. നിങ്ങൾ ഈ പറഞ്ഞത് കേട്ട് വരച്ചാൽ നിങ്ങൾ എവിടെയാണോ ആദ്യം 2F മാർക്ക് ചെയ്ത് അതിന്റെ നേരെ താഴെയായിരിക്കും ഇമേജ് വരിക അഥവാ പ്രതിബിംബം കിട്ടുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ വരയ്ക്കുന്നത് നോക്കാം, മനസ്സിലാക്കാം, പക്ഷേ ഞാൻ വരയ്ക്കുന്നത് അനുകരിക്കാൻ പാടില്ല. കാരണം എന്താ? ഞാൻ അളവെടുക്കാതെ വെറുതെ F2F എന്ന് മാർക്ക് ചെയ്ത്, അതുകൊണ്ടാണ് ഇത് ശരിക്കും കിട്ടാത്തത്. ഓക്കെ, സ്കെയിലും പെൻസിലും ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് വരച്ചാൽ കൃത്യമായി എവിടെയാണോ ഒബ്ജക്റ്റ് 2F-ലാണെങ്കിൽ ഇമേജ് അവിടെ തന്നെ ആയിരിക്കും, 2F-ൽ തന്നെ ആയിരിക്കും. ഓക്കെ ആണോ? ഇനി ഇതിന്റെ ക്യാരക്ടേഴ്സ് ഇവിടെ ചോദിച്ചിട്ടില്ല, സവിശേഷതകൾ നമ്മൾ ചോദിച്ചിട്ടില്ല, എന്നാലും എഴുതാം. അപ്പൊ നമുക്ക് ചോദിക്കാണ് പൊസിഷൻ ഓഫ് ഇമേജ്. ക്ലിയർ ആണല്ലോ? പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെയാണ്? നോക്കി മനസ്സിലായില്ലേ? 2F തന്നെയാണ്, പ്രശ്നമില്ല, ഈസി അല്ലേ? പിന്നെ സവിശേഷതകൾ അടുത്ത എന്തൊക്കെ സവിശേഷതകളാണ്? ഇനി നമ്മൾ സവിശേഷത എഴുതുന്നത് അല്ലെ? ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ഈ ഒബ്ജക്റ്റ് മുകളിലേക്കാണ് അല്ലെ, ഇമേജ് താഴേക്കും. ഒന്ന് മുകളിലേക്കും മറ്റേത് താഴേക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് എഴുതിയേക്കും? ഇൻവേർട്ടഡ് എന്ന് ഇംഗ്ലീഷ് പറയും, മലയാളത്തിൽ എന്ത് പറയും? തല കീഴായത്. ഓക്കെ, പിന്നെ ഒബ്ജക്റ്റ് ഇടതുവശത്തും പ്രതിബിംബം ഇമേജ് വലതുവശത്തുമാണ് അല്ലെ? വസ്തു ഇടതും മറ്റത് വലതുമാണെങ്കിൽ നമുക്ക് എഴുതാം റിയൽ അഥവാ യഥാർത്ഥം. വലിപ്പം നിങ്ങൾ അളന്നിട്ട് തന്നെ ചെയ്യണം. ഇവിടെ 2F-ലാണ് വസ്തു ഒബ്ജക്റ്റ് എന്നുള്ളത് കൊണ്ട് ഇമേജും എവിടെ തന്നെയാണ്? 2F-ലാണല്ലോ, രണ്ടും ഒരുപോലെയാണല്ലോ. അപ്പൊ അതിന്റെ വലിപ്പവും എന്തായിരിക്കും? സെയിം സൈസ്, ഒരേ വലിപ്പം. ഓക്കെ, നിങ്ങൾ വരയ്ക്കുന്നത് കൃത്യമായിട്ട് വരച്ച് അളന്ന് നോക്കിയാൽ 1 സെന്റിമീറ്റർ എടുത്ത സ്ഥിതിക്ക് ഇവിടെ നമുക്ക് കിട്ടുന്നത് തന്നെയായിരിക്കും, 1 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. പക്ഷെ വരയ്ക്കുന്നിടത്ത് കോംപ്രമൈസ് പാടില്ല. ഇത്രയേ ഉള്ളൂ. ഇത് ചോദിച്ചിട്ടില്ല, എന്നാലും ഞാൻ സാഹചര്യവശാൽ പറഞ്ഞത് മാത്രം. 15ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു റേ ഡയഗ്രം കുറച്ച് തന്നിട്ടുണ്ട്, ഇത്തിരി. നമ്മൾ അതിന്റെ ബാക്കി വരയ്ക്കണം. ഞാൻ ആ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ വായിച്ചു നോക്കുക. An object OB is placed between F and the lens of a convex lens. ഒരു കോൺവെക്സ് ലെൻസിന്റെ എഫിനും ലെൻസിനും ഇടയിൽ ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു വെച്ചിരിക്കുന്നു. എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ? കംപ്ലീറ്റ് ദ ഗിവൺ ഫിഗർ. തന്നിരിക്കുന്ന ചിത്രം പൂർത്തിയാക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ക്യാരക്ടേഴ്സ് എഴുതുക. നമുക്ക് എഴുതാലോ, അതേപോലെ ക്യാരക്ടേഴ്സ് ഒക്കെ നോക്കിയിട്ട് എഴുതാം. നമുക്കൊന്ന് വരച്ചു നോക്കല്ലേ? ഇതാണ് തന്നിട്ടുള്ള ചിത്രം. അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ എന്തൊക്കെ പറഞ്ഞോ, ഇതിന്റെ തൊട്ട് മുമ്പത്തെ ചോദ്യങ്ങളിൽ എന്തൊക്കെ പറഞ്ഞോ അതേ അളവുകൾ എടുത്തിട്ട് തന്നെ വേണം വരയ്ക്കാൻ. ഒരു വര വരയ്ക്കുന്നു, നടുക്ക് ലെൻസ് വരയ്ക്കുന്നു, ഏകദേശം സെന്ററിൽ O എടുക്കുന്നു, Oയിൽ നിന്ന് 2 സെന്റിമീറ്റർ വിട്ടിട്ട് F-ഉം, അതിൽ നിന്ന് 2 സെന്റിമീറ്റർ വിട്ടിട്ട് 2F-ഉം, ഇവിടെ നിന്ന് 2 സെന്റിമീറ്റർ വിട്ടിട്ട് F-ൽ നിന്ന് 2 സെന്റിമീറ്റർ വിട്ടിട്ട് 2F, എല്ലാം സെയിം. ഓക്കെ, എന്നിട്ടോ ഒബ്ജക്റ്റിന്റെ നീളം ഇതിൽ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1 സെന്റിമീറ്റർ, നമ്മുടെ ഐഡിയ 1 സെന്റിമീറ്റർ F-നും Oക്കും അഥവാ F-നും ലെൻസിനും ഇടയ്ക്ക് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ എവിടെ വേണേ വരയ്ക്കാം, 1 സെന്റിമീറ്റർ നീളത്തിൽ വരയ്ക്കുന്നു. ഇത് കംപ്ലീറ്റ് ആണോ? കംപ്ലീറ്റ് അല്ല. രേഖാചിത്രം അഥവാ റേ ഡയഗ്രം കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ ഈ വരയ്ക്കുന്ന 2 വരകൾ തമ്മിൽ കൂട്ടിമുട്ടണം. ഇത് കൂട്ടിമുട്ടുമോ? കൂട്ടിമുട്ടിയിട്ടുണ്ടോ? നിലവിൽ ഇതെന്തായാലും കൂട്ടിമുട്ടിയിട്ടില്ല, ഇല്ലല്ലോ. ഇനി കൂട്ടിമുട്ടാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ? ഇല്ല. കാരണം എന്താ? ഇവിടെ ചെറിയ അകലം ഈ 2 വരകളുണ്ട് അല്ലെ? പോകെ ഇതിന്റെ അകലം കൂടി വരികയാണ്. അപ്പൊ പിന്നെ അത് കൂട്ടിമുട്ടുമോ? ഒരിക്കലും അത് കൂട്ടിമുട്ടില്ല. അകലം കൂടി അങ്ങനെ പോകുന്നേ ഉള്ളൂ. അത് കൂട്ടിമുട്ടുന്ന പ്രശ്നമേ ഇല്ലല്ലോ. ഇനി എന്ത് ചെയ്യാം? അങ്ങനത്തെ സാഹചര്യം, എങ്ങനത്തെ കൂട്ടിമുട്ടാത്ത സാഹചര്യം അല്ലെ? വസ്തു ഇടതുവശത്താണ്, നമുക്ക് പ്രതിബിംബം കിട്ടേണ്ടത് വലതുവശത്തായിരുന്നു, പക്ഷെ അവിടെ കൂട്ടിമുട്ടുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
ഈ ചെരിവ് പിടിച്ച് ഇതെന്താണോ ചെരിവ് അതേ ചെരിവിൽ പിറകിലോട്ട് വരയ്ക്കുക, ബാക്കിക്ക് വരയ്ക്കുക. ഓക്കെ, പുറകിലോട്ട് വരയ്ക്കുക. ഇതും അതേ ചെരിവിൽ സ്കെയിൽ വെച്ചിട്ട് പിറകിലോട്ട് ഇങ്ങനെ ഗ്യാപ്പിട്ട് വരയ്ക്കണം കേട്ടോ. വരയ്ക്കുക. എവിടെ വെച്ച് കൂട്ടിമുട്ടിയാലും പ്രശ്നമില്ല, വരയ്ക്കുക. ജസ്റ്റ് ഇതാ ഇവിടെ നിന്ന് നേരെ താഴത്തേക്ക് ഒരു വരി വളയാതെ വരയ്ക്കുക. ഇതാണ് നമ്മുടെ ഇമേജ്. ഗ്യാപ്പ് ഇട്ട് വരയ്ക്കണം. കാരണം ഇങ്ങനെ ഒരു സംഗതി യഥാർത്ഥത്തിൽ സംഭവിക്കുമോ ഒന്ന് ആലോചിച്ചേ. ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ല ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റ് ഒരു ടോർച്ചാന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിളിന് ആ ടോർച്ച് ഇങ്ങനെ ഞാൻ ഈ ലെൻസിക്ക് അടിച്ചു, ലൈറ്റ് ഇങ്ങനെ പോയി. ഞാൻ പിന്നെ ടോർച്ച് ഇങ്ങനെ ഇങ്ങോട്ട് അടിച്ചു, ഇത് ഇങ്ങനെയും പോയി എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ തമ്മിൽ കൂട്ടിമുട്ടിയില്ല, ലൈറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടിയില്ല. അപ്പൊ ലൈറ്റുകൾ രണ്ടും കൂടി ഒരു തീരുമാനം എടുക്കുകയാണ്, നമുക്ക് ഇവിടെ വെച്ച് കൂട്ടിമുട്ടാത്ത സ്ഥിതിക്ക് പുറകിൽ പോയിട്ട് കൂട്ടിമുട്ടാം. അങ്ങനെ ഒരു സംഗതി സംഭവിക്കുമോ? ഇല്ല. ലൈറ്റിന് അത് കൂട്ടിമുട്ടോ ഇല്ല എന്നുള്ളതൊന്നും വിഷയമല്ല. ലൈറ്റ് അടിച്ചാൽ അങ്ങോട്ട് പോകണം, അത്രയേ ഉള്ളൂ ലൈറ്റിന്. അല്ലാതെ അവിടെ പോയിട്ട് കൂട്ടിമുട്ടിയില്ല, അയ്യോ ഒന്ന് തിരിച്ചു വരാം, അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുമോ? ഇല്ല. അപ്പോ ഇതൊരു റിയൽ ആണ്, ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാ. ഓക്കെ, ഈ വര മുഴുവനായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇത് സംഭവിക്കാത്ത കാര്യമാണ്. നമ്മള് എന്താ പറയാ, ഇവിടെ വെച്ച് കൂട്ടിമുട്ടാത്തതുകൊണ്ട് എവിടെയെങ്കിലും വെച്ചിട്ടൊന്ന് കൂട്ടിമുട്ടണല്ലോ അല്ലെ. അപ്പൊ നമ്മൾ പുറകിലോട്ട് വരച്ചത് നമ്മൾ വരച്ചതാണ് അല്ലെ, നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് വരച്ചതാണ്. ഇതൊരിക്കലും എന്തല്ല, ഇമേജ് എന്താ പറയാ, റിയൽ അല്ല, ഇമാജിനേഷൻ ആണ്, അഥവാ വിർച്വൽ ആണ്. മലയാളത്തിൽ യഥാർത്ഥമല്ല എന്ന് പറയാം, നല്ല വാക്ക് മിഥ്യ എന്നാണ്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. ഇങ്ങോട്ട് പോയ ലൈറ്റുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, റിട്ടേൺ അടിച്ച് തിരിച്ചു വന്നിട്ട് നമുക്ക് ഇവിടെ വെച്ച് കൂട്ടിമുട്ടിയേക്കാം എന്ന് ചിന്തിക്കില്ല, ഒരിക്കലും ഇല്ല, ഇല്ലല്ലോ. പക്ഷെ ലെൻസിന്റെ പ്രവർത്തനം വെച്ച് ഇത് നമ്മൾ എങ്ങനെ പറയും, ഇത് പുറകിലോട്ട് വന്ന് ഇവിടെ വെച്ച് കൂട്ടിമുട്ടുന്നു, ഇതാണ് നമ്മുടെ ഇമേജ് എന്ന് നമ്മൾ വരയ്ക്കുന്നതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാത്ത കാര്യമായതുകൊണ്ടാണ് ഗ്യാപ്പിട്ട് വരയ്ക്കുന്നത്. ഓക്കെ ആണോ? പൂർത്തിയായി, അത് പൂർത്തിയായി. ഇതാണ് 15 A. ഇനി ബി എന്താ, ഇതിന്റെ ക്യാരക്ടേഴ്സ്, സവിശേഷതകൾ. ഒന്ന് നോക്കിക്കേ. ഒബ്ജക്റ്റ് മേലേക്ക്, ഇമേജും മേലേക്ക് അല്ലെ. നേരത്തെ ഒബ്ജക്റ്റ് മേലേക്കും ഇമേജ് താഴ്ത്തിക്കായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് എഴുതി, തല കീഴായത്, ഇൻവേർട്ടഡ് എന്ന് എഴുതി. ഇവിടെ രണ്ടുപേരും മേലേക്കാ, രണ്ടുപേരും ഒരേപോലെയാണെങ്കിൽ ഇറക്റ്റ്, നമുക്ക് നിവർന്നത് എന്നല്ല, എന്താണ് നിവർന്നത്, ഇറക്റ്റ്. ഓക്കെ ആണോ? ഇനി ഒന്ന് നോക്കിക്കേ, ഇതും ഇടതുവശത്ത്, ഒബ്ജക്റ്റും ഇടതുവശത്ത്, ഇമേജും ഇടതുവശത്ത്, വസ്തുവും പ്രതിബിംബവും ഒരേ വശത്തല്ലേ. ഇടത് വലുത് എന്നുള്ളതല്ല, ഒരേ വശത്താണല്ലോ. ഒരേ വശത്താണ് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം വിർച്വൽ. എന്താണ് വിർച്വൽ അഥവാ മിഥ്യ എന്ന് പറയാം. എന്താണ്, വിർച്വൽ ആണ്, അത് യഥാർത്ഥമല്ല, മിഥ്യയാണ് എന്ന് പറയാം. ഇങ്ങനെ നോക്കിയത് രണ്ടും ഒരേ സൈഡിലാണ് നോക്കുക, രണ്ടും ഒരേ സൈഡിലാണെങ്കിൽ നമ്മൾ ഉറപ്പിച്ചോ, ഒബ്ജക്റ്റും ഇമേജും ലെൻസിന്റെ ഇടതുവശത്തല്ലേ, ലെഫ്റ്റിലല്ലേ. അങ്ങനെ വന്നാൽ ഉറപ്പിച്ചോ അതെന്തായിരിക്കും, വിർച്വൽ അഥവാ മിഥ്യയായിരിക്കും. സൈസ് നമുക്ക് നോക്കാലോ, ഈസി അല്ലേ. ഒബ്ജക്റ്റിനേക്കാൾ വലുതാണല്ലോ, അപ്പൊ ലാർജ് എഴുതാം, വലുത് എന്ന് എഴുതി വെക്കാം. ഒബ്ജക്റ്റിനേക്കാൾ വലുതാവുകൊണ്ട്, ഒബ്ജക്റ്റിനേക്കാൾ വലുതാണ് ഇമേജ് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് എഴുതി വെക്കാം, വലുത് എന്ന് എഴുതി വെക്കാം. ഇത്രയും പരിപാടിയുള്ളൂ. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് ലെൻസിൽ നിന്നുള്ളത്. ലെൻസിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും ഇപ്പോൾ തീർന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുക. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 വീഡിയോ ആണിത്. ഓക്കെ, എല്ലാം കണ്ട് കാര്യങ്ങൾ പഠിക്കുക. ഇതുപോലെ ആയിരിക്കും നമ്മുടെ ചോദ്യങ്ങൾ വരിക. ബാക്കിയുള്ള ചോദ്യങ്ങൾ കുറച്ചെണ്ണം കൂടി ബാക്കിയുണ്ട്, അത് നമ്മൾ അടുത്ത പാർട്ട് 4 വീഡിയോ കൂടി ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതോടുകൂടി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ തരം ചോദ്യങ്ങളും കവർ ആവുന്നത് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.